എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ ചാലക്കുടിയിൽ കാൽപന്ത് കളി ആരവത്തിൻ്റെ അലകൾ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മുടെ ചാലക്കുടി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ, അതായത് നമ്മുടെ ഹൈവേ പിറകുവശത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. സംഘാടകർ ചാലക്കുടി ടൗൺ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ്, അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചാലക്കുടി ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കളിക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ്. ചാലക്കുടിയുടെ ഒരു ആരവം തന്നെ ഒരു ഫുട്ബോൾ ആരവമാണ്. പെരുന്നാളുകളെക്കാളും ഉത്സവങ്ങളെക്കാളും ഒക്കെ ചാലക്കുടി നെഞ്ചിലേറ്റുന്നത് ഒരു കാലഘട്ടത്തിൽ ഫുട്ബോൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ടൂർണമെൻറ്റുകൾക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട്. വർഷത്തിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ് ഈ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന ഈ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വൈകുന്നേര സമയങ്ങളിൽ 2 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരവും അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മത്സരവുമാണ് നടക്കുന്നത്. മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഈ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി ഫുട്ബോൾ മഹാരഥന്മാരെ വാർത്തെടുത്ത ചരിത്രമുറങ്ങുന്ന ചാലക്കുടിയുടെ കളിമൈതാനിയിൽ വീണ്ടും ഒരു ഫുട്ബോൾ മാമാങ്കം. നിരവധി ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ചാലക്കുടിയുടെ മണ്ണിൽ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റിൽ നടക്കുന്ന ഏക ഫുട്ബോൾ ടൂർണമെൻറ്റിന് ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ പന്തുരുണ്ട് തുടങ്ങി. സഖാവ് മാഹിൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി ടൗൺ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഞായറാഴ്ച ആരംഭിച്ചത്. ഡിസംബർ 1 മുതൽ 9 വരെയാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. ഒരു ദിവസം 2 മത്സരങ്ങൾ ഉണ്ടാകും. ആദ്യ മത്സരം പഞ്ചായത്ത് തല ടീമുകൾ ഏറ്റുമുട്ടുന്ന പ്രാദേശിക ടൂർണമെൻറ്റും, രണ്ടാം മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ സെവൻസ് ഫുട്ബോൾ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുമാണ് നടക്കുന്നത്. അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മേച്ചേരി ട്രാവൽ സ്പോൺസർ ചെയ്യുന്ന ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ, സിൻസിയർ യൂസ്റ്റുകാർ ഗ്രിഫിൻസ് എടപ്പാൾ, സ്ട്രൈക്കേഴ്സ് കൊച്ചിൻ, ചീനിക്കാസ് തൃശൂർ, ലബാബ മാള, അൻസാൽ FC പാലക്കാട്, ബ്രദേഴ്സ് ചാലക്കുടി, പ്ലേ ബോയ് കോഴിക്കോട് എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. പഞ്ചായത്ത് തല മത്സരത്തിൽ ബ്ലാക്ക് ഗാഡ്സ് ചാലക്കുടി, കൊരട്ടി പഞ്ചായത്ത്, കോടശ്ശേരി പഞ്ചായത്ത്, അതിരപ്പള്ളി പഞ്ചായത്ത്, മേലൂർ ഗ്രാമപഞ്ചായത്ത്, പരിയാരം ഗ്രാമപഞ്ചായത്ത്, നവോദയ പോട്ട ചാലക്കുടി, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നീ ടീമുകളും പങ്കെടുക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ വനിതാ ടീമുകൾ തമ്മിലുള്ള മത്സരം മഴ മൂലം ഫൈനൽ മത്സര ദിവസമായ ഡിസംബർ 9 തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. മഴ മൂലം അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം വൈകിയാണ് ആരംഭിച്ചത്. മേച്ചേരി ട്രാവൽ സ്പോൺസർ ചെയ്യുന്ന ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ 1-നെതിരെ 4 ഗോളുകൾക്ക് സിൻസിയർ യൂസ്റ്റുകാർ ഗ്രിഫിൻസ് എടപ്പാളിനെ തോൽപ്പിച്ചു. ടൂർണമെന്റിൽ വിവിധ ടീമുകളിലായി നിരവധി വിദേശ താരങ്ങളും സംസ്ഥാന ദേശീയ യൂണിവേഴ്സിറ്റി താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. മഴ മൂലം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടക്കേണ്ട മത്സരങ്ങളായ സ്ട്രൈക്കേഴ്സ് കൊച്ചിനും ചീനിക്കാസ് തൃശൂരും തമ്മിലുള്ള മത്സരം വ്യാഴാഴ്ചയും, ലബാമ്പ മാളയും അൻസാൽ FC പാലക്കാടും തമ്മിലുള്ള മത്സരം വെള്ളിയാഴ്ചയും നടക്കും. പഞ്ചായത്ത് തല മത്സരത്തിൽ തിങ്കളാഴ്ച നടക്കേണ്ട ബ്ലാക്ക് ഗാഡ്സ് ചാലക്കുടി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് മത്സരം വ്യാഴാഴ്ചയും, കോടശ്ശേരിയും അതിരപ്പള്ളിയും തമ്മിലുള്ള മത്സരം വെള്ളിയാഴ്ചയും നടക്കും. മുൻനിശ്ചയിക്കപ്പെട്ട മത്സരങ്ങളുടെ ക്ലസ്റ്റർ മഴ മൂലം മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച തീരേണ്ട മത്സരം തിങ്കളാഴ്ചയാണ് സമാപിക്കുക. കളി കാണുന്നതിന് ചെയർപാസ് കൗണ്ടറുകളും സീസൺ ടിക്കറ്റുകളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ നിർവഹിച്ചു. ജനറൽ കൺവീനർ VP ഷാജഹാൻ, ചെയർമാൻ ജിജു കൊടിയൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി EA ജയതിലകൻ, വ്യാപാരി സമിതി പ്രസിഡന്റ് CK വിൻസെന്റ്, ഗോപി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിന്റെ 2ാം ദിവസമായ ഇന്ന് ആദ്യ മത്സരത്തിൽ പ്രാദേശിക ടൂർണമെന്റിൽ നവോദയ പോട്ട ചാലക്കുടി കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിനെ നേരിടും. അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്രദേഴ്സ് ചാലക്കുടി പ്ലേ ബോയ് കോഴിക്കോടിനെ നേരിടും. ടൂർണമെന്റിൽ ഡിസംബർ 7 ശനിയാഴ്ച മോർണിംഗ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പഴയകാല സന്തോഷ് ട്രോഫി, യൂണിവേഴ്സിറ്റി, സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം, തൃശൂർ, ആലുവ, പറവൂർ, പെരുമ്പാവൂർ, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നായി 8 ടീമുകൾ ഡിസംബർ 7 ശനിയാഴ്ച വെറ്ററൻസ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടും. മഴ ഇനിയും കളിയെ തടസ്സപ്പെടുത്തിയാൽ ടൂർണമെന്റ് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. സഹാവ് മാഹിൻ DYFIയുടെയും CITUവിൻ്റെയും നേതാവായിരുന്നു. വർഗീയത എന്ന ആശയമാണ് അദ്ദേഹത്തിൻ്റെ പ്രാണൻ അപഹരിച്ചത്. വർഗീയത എന്ന് പറയുന്ന ആശയം ഇന്ന് മാനവരാശിക്കാകെ അപായ സൂചന മുഴക്കുകയാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സാഹോദര്യവും സൗഹൃദവും ഊഷ്മളമായ ബന്ധത്തെയും ശിഥിലീകരിക്കുന്ന വിധത്തിൽ മതാന്ധതയും
വിഷലിപ്തമായ വർഗീയതയുടെ ആശയങ്ങളും നമ്മുടെ സമൂഹത്തെ പൊതുവിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ CITUവിൻ്റെ പ്രവർത്തനം വർഗീയതയ്ക്കെതിരായി എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഹിന്ദുത്വ വർഗീയതയാണ് സഖാവ് മാഹിൻ്റെ പ്രാണൻ അപഹരിച്ചത്. അതുകൊണ്ട് മാഹിൻ്റെ സഖാക്കളായ ഞങ്ങൾ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായി, എല്ലാവിധ വർഗീയതയ്ക്കുമെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കളി മൈതാനങ്ങളെ മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. സഖാവ് മാഹീൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ടൗൺ ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ചാലക്കുടി വ്യാപാരി സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വർഷങ്ങളോളം പഴക്കമുണ്ട് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷനും CIT യൂണിയനും. ഒരു വ്യാപാരിയും ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന് ഞങ്ങൾ എന്നും പറയുന്ന വ്യാപാരിയും തൊഴിലാളിയും ചാലക്കുടിക്കൊരു പ്രത്യേകതയാണ്. ഒരു വഴുക്കും ഒരു പ്രയാസവും ഇല്ലാതെ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു നാട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടിയാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CITUവിൻ്റെ യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ആ ഫുട്ബോൾ മാമാങ്കത്തിന് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മാഗിൻ മെമ്മോറിയൽ ടൂർണമെൻറ്റിൻ്റെ മെയിൻ ടൂർണമെൻറ്റ് CITUവിൻ്റെ ഹെഡ്റോളിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഇടയിൽ 7-ാം തീയതി ശനിയാഴ്ച അന്ന് ഒഴിവാണ്. അപ്പം ഞങ്ങളുടെ സുഹൃത്ത് അകാലത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ KI മനോജിൻ്റെ മെമ്മോറിയലായിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരാണ് സംഘടിപ്പിക്കുന്നത് മോർണിംഗ് സ്റ്റാർ ചാലക്കുടി. ഞങ്ങൾ 4 ലക്ഷം രൂപയുടെ ആ മനോജിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ അന്ന് ഒഴിവ് വന്ന 7-ാം തീയതി ശനിയാഴ്ച 6 മണി തുടങ്ങി വൈകിട്ട് 10 മണി വരെ വെറ്ററൻസ് ടൂർണമെൻറ്റ് വൺ ഡേ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം, പറവൂര്, തൃശ്ശൂർ, പെരുമ്പാവൂർ ഇവ 8 കേരളത്തിലെ മെയിൻ പഴയ സന്തോഷ് ട്രോഫി താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെറ്ററനായ നല്ല ടീമുകൾ 8 ടീമുകൾ ഇവിടെ വന്ന് 7-ാം തീയതി 6 മണിക്ക് തുടങ്ങി കളി നടത്തുന്നതാണ്.